ഹലോ, ഇനി നമുക്ക് കുറച്ച് ഓണം സദ്യ വിഭവങ്ങളായാലോ. അതിന് വേണ്ടിയിട്ട് കുറുക്കുകാളനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ചേനയാണ് എടുത്തേക്കുന്നത്, ഫ്രോസൺ ചേനയാണ്. നിങ്ങളുടെ കയ്യിൽ കായ ഉണ്ടെങ്കിൽ കായയും കൂടി ഇടാം കേട്ടോ. അപ്പോൾ ചേന വേവിക്കാനായിട്ട് ഒരു 3 പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും വേപ്പിലയും കൂടി ചേർത്ത് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കുറച്ചു നേരം മൂടി വെച്ച് വേവിക്കുക. അങ്ങനെ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരപ്പായിട്ട് 1 കപ്പ് തേങ്ങയും നല്ല ജീരകവും വെളുത്തുള്ളിയും മാത്രം ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതൊന്ന് നന്നായി ചൂടായി കഴിയുമ്പോൾ നല്ല കട്ടിയുള്ള തൈര് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ എടുത്തേക്കുന്ന ഗ്രീക്ക് യോഗേർട്ടാണ്. നിങ്ങളുടെ കയ്യിലുള്ള തൈര് ഏതാണെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചോട്ടോ. അത് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒരു 2 കുമള വന്നു കഴിയുമ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുക. പിന്നെ വേറൊരു പാൻ എടുത്ത് എണ്ണയൊഴിച്ച് ഉലുവയും കടുകും വറ്റൽമുളകും നന്നായിട്ട് മൂത്തതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ച് ഈ കാളനിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. അത്രേ ഉള്ളൂ. അത് കഴിയുമ്പോൾ കുറച്ചൊരു രസം കൂട്ടാനായിട്ട് കുറച്ച് കായപ്പൊടിയും വേണമെങ്കിൽ മാത്രം കുറച്ച് ശർക്കരയും കൂടി ചേർത്ത് കൊടുത്താൽ കാളൻ അടിപൊളി. സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഡിഷാണല്ലേ. ഇതേപോലെ ഇനി അങ്ങോട്ട് ഞാൻ കുറച്ച് ഓണ വിഭവങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊരു പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിക്ക് മുമ്പും കുറച്ച് റെസിപ്പീസ് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും ഇത്തവണത്തെ ഓണം അടിപൊളിയാക്കണം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതേപോലത്തെ വീഡിയോസിന് വേണ്ടി എന്നെ ഫോളോ ചെയ്യണേ. ബൈ.